ആടുകളുടെ പ്രധാന സ്വഭാവം ആശ്രയബോധമാണ്. ഒരു ഇടയനെ ആശ്രയിക്കാതെ ഒരാടിന് ജീവിതമില്ല. എപ്പോഴും പ്രശ്നങ്ങളിൽ ചാടുന്ന മൃഗമാണ് ആടുകൾ. അവയെ കൊല്ലുവാൻ പ്രാപ്തിയുള്ള വിഷച്ചെടികൾ പോലും പോയി കഴിക്കുന്ന മൃഗങ്ങളാണ് ആടുകൾ. പ്രധാനമായും 3 മേഖലകളിലാണ് ആടുകൾക്ക് ഇടയന്മാരെ കൂടുതൽ ആശ്രയിക്കേണ്ടതായി വരുന്നത്. ഒന്നാമതായി അവയെ വൃത്തിയാക്കുന്ന കാര്യത്തിലാണ്. മുൻപിൽ വെള്ളമുണ്ടെങ്കിലും അതിൽ ഇറങ്ങിച്ചെന്ന് സ്വയം വൃത്തിയാകുവാനും പരിചരിക്കുവാനും ആടുകൾക്ക് സാധ്യമല്ല. രണ്ടാമതായി പ്രതിരോധിക്കുവാനും ശത്രുവിനെ എതിർത്ത് നിൽക്കുവാനും ആടുകൾക്കാവില്ല. ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിക്കുവാൻ വന്നാൽ കീഴ്പ്പെട്ട് കൊടുക്കുകയല്ലാതെ ആടുകൾക്ക് ചില മൃഗങ്ങളെപ്പോലെ ഓടുവാൻ പോലും അറിയില്ല. മൂന്നാമതായി ആടുകൾക്ക് സ്വയമായി ഭക്ഷണവും വെള്ളവും കണ്ടെത്തുവാൻ കഴിയില്ല. ഇടയൻ വെള്ളത്തിലേക്ക് നടത്തിയില്ലെങ്കിൽ ആടുകൾ മാനിനെപ്പോലെയൊക്കെ സ്വയമായി അവിടേക്ക് ചെല്ലുകയില്ല. അങ്ങനെ സ്വയശുദ്ധിക്കും ശത്രു പ്രതിരോധത്തിനും അന്നത്തിനുമായി ആടുകൾ പരിപൂർണമായി ഇടയന്മാരെ ആശ്രയിക്കുന്നു. അങ്ങനെയാണ് നാമും ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുവാൻ നമുക്ക് സ്വയമായി സാധ്യമല്ല. അന്തരാത്മാവിൽ അടിഞ്ഞുകൂടുന്ന സകല മാലിന്യങ്ങളെയും കഴുകി ശുദ്ധിയാക്കുന്നതിനാണ് ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപത്തിൻ്റെ മറുവിലയായി ചൊരിഞ്ഞത്. ഘോരനായ പിശാചും അവൻ്റെ സൈന്യവും ഒരുപോലെ നമ്മെ തകർക്കുവാൻ വരുമ്പോൾ സ്വയരക്ഷയ്ക്കായി നമ്മുടെ സ്വന്തം ആയുധങ്ങൾ ഒന്നും നമുക്കില്ല. സ്വാധീനമോ സമൂഹമോ സഹായങ്ങളോ നമുക്കില്ലാത്തപ്പോൾ സഹായകനായി പരിചയായി ദൈവമായ കർത്താവ് നമുക്കുണ്ട്. ജീവിതത്തിലെ കഠിനമായ ഭാരങ്ങൾ വഹിച്ച് മരുഭൂമിയിൽ തളർന്നിരിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയം നമ്മുടെ അടുത്തു വന്ന് നിത്യജീവന്റെ ഭക്ഷണവും ദാഹജലവും നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നു. നമ്മുടെ കർത്താവാകുന്ന ഇടയൻ തൻ്റെ സ്വന്തം ജീവനെ തന്നെയാണ് നമുക്ക് നൽകിയത്. ആ ജീവനിലൂടെ ലഭ്യമാകുന്ന സ്വസ്ഥതയും സാമീപ്യവും പരിപോഷണവും പരിലാളനവും നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര നിസ്സഹായരാണ്. നമുക്കായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മുടെ കഴിവും സാമർഥ്യവുമെല്ലാം എത്ര പരിമിതമാണ്. നാം വളരെ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പോലും നമ്മെ കൊണ്ടെത്തിക്കുന്നത് എത്ര വലിയ കുഴികളിലാണ്. എന്നാൽ മനസ്സിലാക്കുക, നാം ആടുകൾ മാത്രമാണ്. നമുക്കൊരിടയനെ ആവശ്യമാണ്. ഇടയനിലേക്ക് നോക്കുക, ഇടയനെ ആശ്രയിക്കുക, ഇടയൻ്റെ വാക്ക് കേൾക്കുക, ഇടയൻ നയിക്കുന്നതിലേ പോകുക, ഇടയൻ നിൽക്കുമ്പോൾ നിൽക്കുക, ഇടയൻ ചലിക്കുമ്പോൾ മുന്നേറുക. ഇടയൻ പുൽപ്പുറത്ത് കിടക്കുവാൻ അവസരം തന്നാൽ കിടക്കുക. നമ്മേക്കാൾ നല്ലതായി നമ്മുടെ ഇടയന് നമ്മെ അറിയാം. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ, തോളിലേറ്റും കണ്ണീരൊക്കും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും